ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? എല്ലാവരും എഴുതാൻ പഠിച്ചോ? നമുക്ക് അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ആദ്യത്തെ അക്ഷരം ആ. ആ, ഇ, ഈ, ഉ. അത്രയും നമ്മൾ പഠിച്ചല്ലേ? ഇന്ന് നമ്മളൊരു പുതിയൊരു അക്ഷരം കൂടി പഠിക്കാൻ പോവുകയാണ്. ഏതാണെന്നറിയാമോ? ഊ. ഊ എന്ന അക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഊ എന്ന അക്ഷരം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ എഴുതാൻ? നമുക്ക് ഒന്ന് എഴുതാം. നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയതുപോലെ തന്നെ ആദ്യം ഒരു സർക്കിൾ വരച്ച് മുകളിലേക്ക് പോയി പതുക്കെ താഴെ വന്ന് താഴെ ഒരു റോഡ്, വളഞ്ഞ റോഡ് വരച്ചു. ഇനി നമുക്കൊരു ചിഹ്നം വിട്ടു കൊടുക്കണം. റാ എഴുതി, ഒരു റായും കൂടി എഴുതി താഴേക്ക് വളച്ചെടുത്തു. ഊ. നമുക്കൊന്നുകൂടി എഴുതി നോക്കാം അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയതുപോലെ ഊവെഴുതി അതിനുശേഷം നമുക്കൊരു ചിഹ്നം വിട്ടു കൊടുക്കണം. ചിഹ്നം വിട്ട് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ വായിക്കാം? ഊ. ഊത്ത്, ഊഞ്ഞാൽ. നമുക്കൊന്നുകൂടി എഴുതാം അല്ലേ? അപ്പം ആദ്യം നമുക്ക് ഊവെഴുതണം. ഊവെഴുതിയതിന് ശേഷം നമുക്കൊരു ചിഹ്നം വിട്ടു കൊടുക്കണം. ചിഹ്നം വിടാൻ എല്ലാവരും പഠിച്ചില്ലേ? ഊ. ഊത്ത്. ഊത്ത് എല്ലാവരും കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഊത്ത് വെച്ച് കളിച്ചിട്ടുണ്ടോ? ഊത്തിൻ്റെ ഊ നമുക്കൊന്ന് എഴുതാം. ആദ്യം നമുക്ക് ഊവെഴുതണം. ഊവെഴുതിയതിന് ശേഷം ഊ എന്ന ചിഹ്നം കൂടി ഇട്ട് കൊടുക്കണം. ഊ. ആ, നമ്മുടെ ചിഹ്നം വിട്ടു. ഊ. ഊന്നുവടി. ഊന്നുവടി എന്താണെന്നറിയാമോ? ആ, നമ്മുടെ അപ്പൂപ്പൻ്റെ കയ്യിലിരിക്കുന്ന വടിക്ക് പറയുന്ന പേരാണ് ഊന്നുവടി. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഊന്നുവടിയുടെ ഊ കൂടി നമുക്കൊന്ന് എഴുതാം. ആദ്യം നമ്മൾ ഊവെഴുതി. ഊവെഴുതിയതിന് ശേഷം നമുക്ക് ചിഹ്നം വിട്ടു കൊടുക്കണം. ഊ. ഊഞ്ഞാൽ. ഊഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവരും ഊഞ്ഞാലിലിരുന്ന് ആടിയിട്ടില്ലേ? ഊഞ്ഞാലിൻ്റെ ഊ നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം നമുക്കൊരു ചെറിയ വട്ടമിട്ട് പിന്നെ മുകളിലേക്ക് പോയി താഴെ വന്ന് താഴെ ഒരു റോഡ് വരച്ചു, വളഞ്ഞ റോഡ് വരച്ചു. ഇനി നമുക്ക് ചിഹ്നം വിട്ടു കൊടുക്കണം. ഊ. ഊഞ്ഞാൽ. ഊ എഴുതാൻ എല്ലാവരും പഠിച്ചോ? നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് എഴുതി നോക്കാം. ചെറിയൊരു വട്ടം വരച്ച് മുകളിലേക്ക് പോയി താഴെ വന്ന് താഴെ ഒരു വളഞ്ഞ റോഡ് വരച്ചു. ഊ എന്ന അക്ഷരമായി ഇനി നമുക്ക് ചിഹ്നം വിടണം. റാ എഴുതി, ഒരു റായും കൂടെ എഴുതി താഴേക്ക് വളച്ചെടുത്തു. ഊ. നമുക്കിനി ഒരു പാർക്കിൽ പോയാലോ? പാർക്കിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിക്കേ. ഊ, ഊ, ഈ. 3 പേരും കൂടി കളിക്കാൻ പോയതായിരുന്നു. നമ്മുടെ ഊ എന്ന അക്ഷരത്തിൻ്റെ ഒരാഗ്രഹം ഊഞ്ഞാലിലാടണം. നമ്മുടെ ഊഞ്ഞാലിലിരുന്ന് ആടാൻ തുടങ്ങി. ആടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കാറ്റ് വന്ന് നമ്മുടെ ഊവിനെ പറപ്പിച്ചുകൊണ്ട് പോയി. പാവം നമ്മുടെ ഒരു കല്ലിൻ്റെ അടിയിൽ അകപ്പെട്ടു പോയി. ഈയും ഊ എന്ന അക്ഷരവും കൂടി ഈ ഊ എന്ന അക്ഷരത്തെ അന്വേഷിച്ച് വരാൻ നടന്നു. അന്വേഷിച്ച് അവർ പുഴയൊക്കെ കടന്ന് അപ്പുറത്ത് ചെന്നു. അവിടെ ചെന്ന് ഊവിനെ കണ്ടുപിടിച്ചു. 3 പേർക്കും നല്ല സന്തോഷമായി. 3 പേരും കൂടി വീണ്ടും പാർക്കിൽ വന്ന് കളിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഊ എന്ന അക്ഷരം മനസ്സിലായില്ലേ? ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.